Praise the Lord. Welcome to another episode of Talk with Purpose. Today we have a special guest. She is really good at praising God with songs. Let us welcome Ammachi Shandama. ഹലോ പ്രൈസ് ദ ലോർഡ്. പയ്യതുപോലെ കേറാൻ ഒന്ന് മുട്ടൊന്ന് വയ്യ. പ്രൈസ് ദ അയ്യോ, ഇത്രയും വലിയ ചർച്ചയിലോ എന്നെ വിളിച്ചേ. ദൈവത്തിന് മഹത്വം. മക്കളെ, ഞാൻ പറയുന്നതെന്നൊന്നും തോന്നല്. നിങ്ങൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇടയ്ക്കൊക്കെ കട്ട് ചെയ്യണം. എൻ്റെ പേരെന്തോ അയ്യോ, അതൊക്കെ കേട്ട് കട്ട് ചെയ്തോണേ. അത് തന്നെ മറന്നുപോയി. പിന്നെ ഒരു കാര്യം കൂടെ, ചിലപ്പോൾ എത്തിപ്പൂരൊക്കെ തെറ്റൊക്കെ വന്നു പോകും, ക്ഷമിക്കണേ. പണ്ട് ഞാൻ വലിയ പാട്ടുകാരിയായിരുന്നു. ഇനി മോള് പറഞ്ഞു മതി. ഞാൻ പേര് ഓൾറെഡി പറഞ്ഞെന്ന് അറിയാം, പക്ഷെ ഒന്നൂറ് ഓഡിയൻസ് എല്ലാം കേൾക്കാൻ വേണ്ടേ. അമ്മച്ചിയുടെ പേര് പറയാമോ? പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേർക്കും. ഓക്കെ. സോ എവിടെയാ സ്വദേശം? നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ദേശത്തിന് എന്താ അത്രയും പ്രത്യേകത? ചോദിക്കാനുണ്ടോ? വചനം വായിക്കണം കൊച്ചേ. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടും അവിടെ, ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ല ഒരു ഭൂവനദേശം. പറഞ്ഞില്ലേ, ഇത്തിരിയൊക്കെ തെറ്റിപ്പോവും, ക്ഷമിച്ച് കളായപ്പ നേഴ്സറുകാര്. അത് സാരമില്ല. അത് ഏത് ജാതി? അത് യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. ശരി. As a converted Pentecostal believer, what is your opinion about this? അയ്യോ, വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ. ഇനി വർണ്ണിക്കണോ മോളെ? അയ്യോ വേണ്ട, ഇത്രയും മതി. അടുത്ത ക്വസ്റ്റ്യൻ, എന്താ ജോലി? നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീർക്കണമേ. പാട്ടുപാടി ഒത്തിരി സമ്പാദിക്കണുണ്ടാവുള്ളോ? അതൊരു കുത്തി പറഞ്ഞതാണല്ലോ. പോട്ടെ. പാടും ഞാൻ പരമേശനു സതതം, എൻ്റെ പാപമെല്ലാം പോക്കിയാതാൽ പാടും ഞാൻ പരമേശനു സതതം. ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ? ആരും കേൾക്കല്ലേ, പയ്യെ പറഞ്ഞു. ഓക്കെ. ബിക്കോസ് യു സീം സോ കാം ആൻഡ് ഹാപ്പി. ഭർത്താവിനോട് ചോദിക്കണം കുഞ്ഞെ. അത് പിന്നെ എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ആയിരിക്കില്ല. അപ്പം ഹൗ ഡു യു ഡീൽ വിത്ത് യുവർ ഫൈനാൻഷ്യൽ ക്രൈസിസ്? അമ്മച്ചിക്ക് ഏത് ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത്? കൊള്ളയടിക്കാനാണോ? എൻ്റെ നിക്ഷേപം നീ തന്നെയാ. ആരാ? എൻ്റെ നിക്ഷേപം ക്രിസ്തുവിലാ, എൻ്റെ ഹൃദയവും കർത്തനിലാ. ഞങ്ങൾ പിന്നെ അമേരിക്കൻ എക്സ്പ്രസ് ഉപയോഗിക്കുന്നത്. എൻ്റെ അച്ചായന് അതാ ഇഷ്ടം. അത് കൊള്ളാം. We are all curious about, ഇപ്പോഴത്തെ പെന്തക്കോസ്റ്റ് ജനറേഷൻ്റെ കുറിച്ച് എന്തോ പറയാനുള്ള? പ്രത്യേകിച്ചൊന്നും പറയില്ല, മര്യാദയ്ക്ക് ജീവിച്ച കർത്താവ് വരുമ്പോൾ പോവാം. പിന്നെ കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻ കൃപയേകിടണേ, ഭിന്നത വിദ്വേഷമില്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. We
are all curious about one thing. എങ്ങനെയാ അമ്മച്ചി വിശ്വാസത്തിൽ വന്ന്? കൃപയല്ലാതെ ആത്മരക്ഷ, കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടണം. വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് ചാലഞ്ചസ് കാണുമായിരിക്കുമല്ലോ. എങ്ങനെയാ അമ്മച്ചി ഓവർകം ചെയ്ത്? പുത്തനാമേരിശലേമേലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടാത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം, കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം, തേജസ്സേറും മോഹനാം കിരീടങ്ങൾ ധരിച്ചു നാം, രാജരാജൻ യേശുവോടു കൂടെ വാഴുമേ. Okay, we have reached our final question. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. Lastly, do you have anything to tell our church? വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നടുത്തെ പെന്തക്കോസ്തിൻ വേലയാണേ, അന്ത്യകാലം വന്നടുത്തെ പെന്തക്കോസ്തിൻ വേലയാണേ. ചന്താമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. എങ്ങനെ സാധിക്കാവോ? അത് കൃപ, കൃപയോന്നാശ്രയം. ഹാലലൂയ, കൃപ, കൃപയോന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. Okay guys, I guess that's the end of our episode. And since we are here with such a good singer, why don't we end it with the last song? കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാവുന്നു. Sing with me. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നപ്പോൾ, കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. Thank you.